ചുങ്കം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയിലേക്ക് ഗവൺമെന്റ് നോമിനിയായി ശ്രീ ഭരതനുണ്ണിയെ തന്നെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെയൊക്കെ ഭാഗ്യമായി കാണുന്നു. നമ്മുടെയൊക്കെ ചിരകാല സുഹൃത്തായ ഭരതനുണ്ണി കഴിഞ്ഞ കുറേ നാളുകളായി ബാങ്കിനും ദേവസ്വത്തിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നീ ഗൗരിയോട് പറഞ്ഞു. ഒരാണ് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചിരടാ. അവളുടെ സ്കൂളിൽ നീ പൂട്ടിച്ചപ്പോ ഞാൻ വെറുതെ ഇരുന്നതേ എന്റെ പിടിപ്പ് കേട്ടുകൊണ്ടൊന്നുമല്ല. ആനകളോടൊപ്പമാണ് എന്റെ സഹവാസം. എനിക്കും ഉണ്ടാ കുറച്ച് കൊലച്ചോറ് ചവിട്ടി കീറി ഞാൻ. വീടില്ല ഞാൻ. എന്നെ അപമാനിച്ചതിന് അവനെ കൈപ്പിണീര് കുടിപ്പിക്കും. ഇനി അനിരുദ്ധനത് നോയമ്പാ എന്നെ കുത്തിപ്പിടിച്ച് അവന്റെ കൈ. അതിനവന്റെ കൈയും കാലം കാരിരുമ്പിന്റെ കരുത്താ. ഉണ്ടായോ കാരിരുമ്പെന്ന് പറഞ്ഞാ ഈ പഞ്ഞി പോലത്തെ ഇത് കൊണ്ട് അവൻ ഒറ്റ ഒരുത്തം കാരണം ഉണ്ടായ നഷ്ടം എന്താണെന്ന് അറിയാം അമ്മയ്ക്ക്. ശ്യാമളയ്ക്ക് സൊസൈറ്റി ബാങ്കിൽ ഒരു ജോലി പറഞ്ഞു വെച്ചിരിക്കുവായിരുന്നു അനിരുദ്ധൻ. പുന്നാര അളിയൻ കാരണം അതങ്ങ് പോയി കിട്ടി. നാട്ടുകാരെ കാണാൻ അയാളെ നാണം കെടുത്തിയില്ല അവൻ. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒരാളിനെ അവനങ്ങ് തല്ലുവോ ഭരതനുണ്ണിയെ? ഇങ്ങനെ വളം വെച്ചത് കൊണ്ട് അവനിങ്ങനെ വിളഞ്ഞ് വിളഞ്ഞ് വളരുന്നത്. അവനെ കൊണ്ട് കാശ് ഉപയോഗമില്ല. അതും പോരാഞ്ഞ് ഇങ്ങനെ ഉപദ്രവം. ഇങ്ങനൊരു കാഴ്ച ആറാട്ടുപുഴ പൂരത്തിന് മാത്രമേ കാണാൻ പറ്റൂ. തൃപ്രയാർ ദേവരും ആറാട്ടുപുഴ ശാസ്താവും അടുത്ത ഉത്സവത്തിന് കാണാമെന്നും പറഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു രംഗം ഉണ്ടല്ലോ. അവിടെ കണ്ടത് ആനകളുടെ വിഷമ. കണ്ണീന്ന് ഇങ്ങനെ കുടുകുടുന്ന് വെള്ളം. എന്താ ചെറിയ മാവനെ വഴക്ക് പറഞ്ഞു. ആരാണ്ടൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കിയെന്നും പറഞ്ഞു. നേരാണോടാ? അല്ല അത് പിന്നെ അമ്മയിരുന്നേ ഇങ്ങോട്ടിരിക്കാൻ. ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പിത്തരാം. ആറാട്ടുപുഴ പൂരത്തിന് ആനകളുടെ കണ്ണീന്ന് വരുന്ന കണ്ണുനീരൊന്ന് കാണണമായിരുന്നു. എടാ, ആനക്കമ്പമൊക്കെ നല്ലതാ, എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ അത് മനുഷ്യർക്ക് ഉപദ്രവമാകരുത്. ഇതൊരു കൂട്ടുകുടുംബമാണ്. എന്തെങ്കിലും ഒന്നുണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാവും. നീ മാത്രമല്ല ഈ വീട്ടിലുള്ളത്. മറ്റുള്ളവരുടെ സ്വസ്ഥത കൂടി നീ കളയരുത്. എടാ, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ നടക്കുവോ? ഞാനിപ്പോ എന്താ വേണ്ടത്? നീ ഇപ്പൊ സത്യം ചെയ്യണം. എന്ത്? മേലാൽ ആനകളുടെ പുറകെ പോവില്ലാന്ന്. ഇനി ഞാൻ ആനകളുടെ പുറകെ പോകാൻ പാടില്ല. ആനകളെ കാണാനും പാടില്ല. എന്റെ ഏട്ടനാണ്. നീ എപ്പോഴും സത്യം ചെയ്യണ പോലെ ആവരുത്. ഇങ്ങോട്ട് കാണിച്ചേ. ഇപ്പൊ സത്യം ചെയ്യുന്നു. ഇനി മുതൽ ആനകളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ ഏട്ടനാണ് സത്യം. സത്യം. എവിടെ കേൾക്കാം? വണ്ടി നിർത്ത്. മോനെ പ്രസാദേ, നമ്മുടെ മേലേടത്തെ ശങ്കരൻ നായർ കേസിൽ ജയിച്ചു. അയാൾക്കൊരു ആനയെ ഗുരുവായൂർ നടയിരുത്തണം. ലക്ഷണവും തികഞ്ഞ ഒരു കുട്ടി കൊമ്പൻ. നീ വേണം അതിനെ കണ്ടുപിടിക്കാൻ. ഞാൻ നിർത്തി. ഇന്നലത്തോടുകൂടി എന്റെ ആനക്കമ്പം ഞാൻ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കേ? നീ എന്ത് ഭ്രാന്തായി പറയണേ? ആനയും പൂരില്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? വേണ്ട രാമേട്ട, ഞാൻ നിർത്തി. എന്നെ വിട്ടേക്ക്. ഞാന് ഏട്ടനോട് സത്യം ചെയ്തു പോയി. ഇനി എന്താ രാമേട്ടാ ചെയ്യാ? നിക്ക്, വഴിയുണ്ട്. രാമൻ നായരിത് എത്ര കണ്ടിരിക്കുന്നു. ഇവനെ വീഴ്ത്താൻ ഒരു ഒറ്റമൂലിയുണ്ട്, അറിയോ? എന്നാ പിടിച്ചോ. One of the large females cleaned out the muddy water from the hole, while beside her, her daughter was gently harassed by a larger elephant. She let her youngster drink from the hole she was in. Hi, Fashion TV. I'm Sophie from Holland, 20 years old. Miss FTV Awards. സമയാസമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പം. ഞാൻ അറിയാതെ ഞെക്കിയപ്പോ. ഒന്നും ഞെക്കണ്ട, കുഴപ്പം. ഏതെങ്കിലും വാർത്താ ചാനൽ വെച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം. സംസ്കാരമില്ലാത്ത രീതി. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഗുരുവായൂരിൽ ചൊവ്വല്ലൂരിൽ നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാത്രി 9 മണിയോടെയാണ് സംഭവം. ആനയുടെ പിൻഭാഗത്താണ് ലോറിയിടിച്ചത്. പൂങ്കുന്നം ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞുള്ള വരവായിരുന്നു. മാമ്പിള്ളി അർജുനൻ എന്ന ആനയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്.
സ്വാശ്രയ കോളേജുകളുടെ പ്രവേശനം സംബന്ധിച്ച് കോടതി വിധി മാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പ്രസാദേ, നമ്മുടെ അർജുനൻ കിടക്കിട കിടപ്പേണ്ടില്ലേ? എഴുന്നേക്കാൻ കൂടി വയ്യടവന്. നീ വിളിച്ചവൻ എഴുന്നേക്കും. വിളിക്കണ അർജുന. മക്കളെ മക്കളെ എഴുന്നേക്ക് മക്കളെ. അർജുന അർജുന. അയ്യോ ഞാനടാ മക്കളെ, ഞാനടാ. അർജുന എണീക്ക്. നിന്റെ പ്രസാദ വിളിക്കണം. എഴുന്നേക്കടാ. ആ ബുക്ക് കയറ്റങ്ങോട്ട്. ഇത് ശരിയാവും തോന്നില്ല സാറേ. ആനക്ക് എഴുന്നേക്കാനൊന്നും പറ്റിയാല. ക്രെയിം വെച്ച് പൊക്കിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവിടെ കിടക്കട്ടെ. 2-3 ദിവസത്തിനുള്ളിൽ എഴുന്നേക്കും നോക്കാം. താൻ വെക്കോ. സാർ, ആന എഴുന്നേപ്പിച്ച് നിർത്താൻ നോക്കിട്ട് എന്തായി? നിങ്ങൾ കണ്ടതല്ലേ, ആനയ്ക്ക് സ്വയം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ നടന്ന ഈ അപകടത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആനയുടെ നില വളരെ ഗുരുതര. ചാവോ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സാർ, ഇപ്പോഴത്തെ നോ. ഹലോ, ഞാൻ ആകെ ടെൻഷനില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. ആനയുടെ പിൻഭാഗത്ത് ലോറി ഇടിച്ചിരിക്കുകയാണ്. ആനയുടെ പിൻകാലുകളിൽ ആഴത്തിൽ മുറിവുണ്ട്. രക്തം കട്ട പിടിച്ചിരിക്കുകയാണ്. പിന്നെ ക്രെയിൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആനയുടെ നട്ടലിന് പൊട്ടലുണ്ട്. പിന്നെ പിൻകാലുകളിൽ ക്ഷതമുണ്ട്. രക്ഷപ്പെടാനുള്ള സാധ്യത എങ്ങനെ? രക്ഷപ്പെടാൻ 10% സാധ്യതയെ കാണാൻ കഴിയുന്നു. മറ്റെന്തെങ്കിലും ഇല്ല, ഇനി എനിക്കൊന്നും പറയാനില്ല. അതെ, നമ്മുടെ അർജുനൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. നീ വീട്ടിൽ പോയിക്കോ. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചല്ലേ? പോവാൻ എനിക്ക് തോന്നുന്നില്ല. ചെല്ലേ, പോയിട്ട് പോ. ഇതിനെ ഇങ്ങനെ ഇട്ടേക്കുന്നതിന് ഉദ്ദേശം ഉണ്ടാ? അല്ല, ഞാൻ ഡോക്ടർ സാറേ, ഇങ്ങോട്ടേ. ഇത് ജോസഫ്, ഇവിടുത്തെ അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറാ. എന്താ സാറിന്റെ അഭിപ്രായം? 100% രക്ഷയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മൂത്രതടസ്സം, വ്രണങ്ങള്, എരണ്ടം കേട്ട്, പിന്നെ സ്ഥിരമായി ഗ്ലൂക്കോസും ആന്റിബയോട്ടിക്കും നൽകണം. അതും എത്ര നാൾ കൊടുക്കാനാ? എങ്കിലും ഹോപ്പില്ല. പിന്നെ വല്ല അത്ഭുതം സംഭവിക്കണം. നീ വന്നേ. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു വഴി പറയാം. തനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം ഏതായാലും വാഹന ഉടമയിൽ നിന്ന് കിട്ടും. ആന ചട്ടാലും ജീവിച്ചാലും. പിന്നെ വീണ്ടും ഇതിനെ ചുവന്ന് വെറുതെ കാശ് കളയണം. ഇരു ചെവി അറിയാതെ നമുക്ക് ഇവനെ അങ്ങ് തീർത്ത് കളയാം. അയ്യോ, അത് പുലിവാല. നാട്ടുകാരും ആനപ്രേമികളും വളരെ സ്ട്രോങ് ആയിപ്പോ. ഒരു കുഞ്ഞും അറിയാൻ പോകുന്നില്ലെന്ന്. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. നാളെ മുതൽ ആന്റിബയോട്ടിക്കിനൊപ്പം നമ്മൾ സ്ലോ പോയിസൺ കുത്തിവെക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ സംഗതി ക്ലീൻ. പിന്നെ പോസ്റ്റ്മോർട്ടം അതും എനിക്ക് വിട്ടേക്ക്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ നാളെ കാണും. എടോ മേന്നെ, അർജുനൻ കഥയായി കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ കൊമ്പൻ എന്റെ ബലരാമനാടോ. അർജുൻ ഉയർത്തിണീക്കരുത്. അതിനാടോ ഞാൻ ഈ വളഞ്ഞ ബുദ്ധി പ്രയോഗിച്ചത്. അങ്ങനെ വരട്ടെ. അപ്പൊ അർജുനനെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയത് മുതലാളിയാണല്ലേ? നിന്റെ കുന്നളയും. അപ്പൊ രാമായണത്തിൽ അർജുനന്റെ ചേട്ടനല്ലേ ബലരാമൻ? ആരെങ്കിലും വട്ടേന്ന്.